നമസ്കാരം. ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, റൂൾസിൻ്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? 100 റൂൾസിൻ്റെ സീരീസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? 3ാമത്തെ ക്ലാസ് ആണ് ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൂൾ നമ്പർ 18, റൂൾ നമ്പർ 17 വരെ 2 വീഡിയോകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റൂൾ 18 മുതലാണ്. ഓക്കെ, ദെൻ Rule 18. Politics is a very dirty game. His politics are different from mine. 2 സെന്റൻസ് ഉണ്ട്. എന്തൊക്കെയാ? Politics is a very dirty game എന്ന് പറയുന്ന സെന്റൻസും His politics are different from mine എന്ന് പറയുന്ന സെന്റൻസും അല്ലേ? ഇനി ഇവിടെ നോക്കേ, ഇവിടെ പൊളിറ്റിക്സിന്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് സിംഗുലാറും ഈസും ആണ്. ഇവിടെ പൊളിറ്റിക്സിന്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് പ്ലൂറൽ ആറുമാണ് അല്ലേ? എന്തുകൊണ്ട് ഇവിടെ ഈസ് യൂസ് ചെയ്തു, എന്തുകൊണ്ട് ഇവിടെ ആർ യൂസ് ചെയ്തു, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? പൊളിറ്റിക്സ് ഈസ് എ വെരി ഡേറ്റി ഗെയിം. ഇവിടെ പൊളിറ്റിക്സിനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ പൊളിറ്റിക്സിനെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആയിട്ടാണ് ഇവിടെ പൊളിറ്റിക്സിനെ യൂസ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെയോ ഹിസ് പൊളിറ്റിക്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം മൈൻ അല്ലേ? ഇവിടെ പൊളിറ്റിക്സിനെ യൂസ് ചെയ്തിരിക്കുന്നത് എന്തായിട്ടാണ്? പൊളിറ്റിക്കൽ ബിലീഫ് ആയിട്ടാണ് അല്ലേ? പൊളിറ്റിക്കൽ ബിലീഫ്സ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ പൊളിറ്റിക്സിനെ നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം? പൊളിറ്റിക്സിനെ ഒരു സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആയിട്ടോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ ഒരു പൊളിറ്റിക്കൽ ബിലീഫ് ആയിട്ട് യൂസ് ചെയ്യാം. പൊളിറ്റിക്സിനെ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തതെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറഞ്ഞാൽ സിംഗുലാർ ആയിരിക്കും. പൊളിറ്റിക്സിനെ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഏത് വെർബ് യൂസ് ചെയ്യണം? സിംഗുലാർ വെർബ് യൂസ് ചെയ്യണം. ഇനി പൊളിറ്റിക്സിനെ യൂസ് ചെയ്യുന്നത്, പൊളിറ്റിക്സിനെ ഒരു സെറ്റ് ഓഫ് പൊളിറ്റിക്കൽ ബിലീഫ്സ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം? വെർബ് പ്ലൂറൽ യൂസ് ചെയ്യണം. പൊളിറ്റിക്സിനെ 2 രീതിയിൽ യൂസ് ചെയ്യാം, മനസ്സിലായോ? ഒന്നെന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആയിട്ട് നമുക്ക് പൊളിറ്റിക്സിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബിലീഫ്സ് ആ ഒരു രീതിയിലും പൊളിറ്റിക്സിനെ യൂസ് ചെയ്യാം. സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫീൽഡ് ആയിട്ടാണെങ്കിൽ സിംഗുലാർ വെർബ് യൂസ് ചെയ്യുക, പൊളിറ്റിക്കൽ ബിലീഫ്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തൊട്ട് 4 എക്സാമ്പിൾ. മാത്തമാറ്റിക്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് അല്ലേ? മാത്തമാറ്റിക്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. തൊട്ട് താഴെ മാത്തമാറ്റിക്സ് ആർ ടെല്ലിംഗ് ദാറ്റ് ഹി ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് മണി ഇല്ലേ? ഈ 2 സെന്റൻസിലും ആദ്യത്തെ 2 സെന്റൻസിലും എന്തിനെ പറ്റിയാണ് പറയുന്നത്? മാത്തമാറ്റിക്സിനെ പറ്റിയല്ലേ പറയുന്നത്. ഇവിടെ നേരത്തെ പൊളിറ്റിക്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാത്തമാറ്റിക്സിലൂടെ ഈസി യൂസ് ചെയ്തു. ഇവിടെ വരുമ്പോഴോ ഇവിടെ മാത്തമാറ്റിക്സിന് കൂടെ ആർ യൂസ് ചെയ്തു അല്ലേ? ഇവിടെ മാത്തമാറ്റിക്സിലൂടെ ഈസി യൂസ് ചെയ്തു, ഇവിടെ മാത്തമാറ്റിക്സിന് കൂടെ ആർ യൂസ് ചെയ്തു. ഇവിടെ മാത്തമാറ്റിക്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. ഇവിടെ മാത്തമാറ്റിക്സിനെ യൂസ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആയിട്ടാണ്, യൂസ്ഡ് ആസ് എ സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. ഇവിടെ മാത്തമാറ്റിക്സിനെ യൂസ് ചെയ്തത് എന്തായിട്ടാണ്? ഒരു സബ്ജക്റ്റ് ആയിട്ടാണ്. അടുത്ത നോക്കേ, മാത്തമാറ്റിക്സ് ആർ ടെല്ലിംഗ് ദാറ്റ് ഹി ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് മണി. കാൽക്കുലേഷൻസ്, കണക്ക് കൂട്ടലുകൾ പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? അവന് ഒരുപാട് മണി ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അല്ലേ? മെയ്ഡ് ചെയ്യുന്നു എന്നാണ്. ഹി ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് മണി. അങ്ങനെയാണ് എന്ത് പറയുന്നത്? കാൽക്കുലേഷൻസ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ മാത്തമാറ്റിക്സിനെ സബ്ജക്റ്റ് ആയിട്ടും 2ാമത്തെ സെന്റൻസിൽ മാത്തമാറ്റിക്സിനെ കാൽക്കുലേഷനുമായിട്ടാണ് യൂസ് ചെയ്തത്. മാത്തമാറ്റിക്സിനെ സബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തതെങ്കിൽ സിംഗുലാർ വെർബും, മാത്തമാറ്റിക്സിനെ കാൽക്കുലേഷൻ ആയിട്ടാണ് യൂസ് ചെയ്തതെങ്കിൽ പ്ലൂറൽ വെർബും യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കാനായിട്ട് പാടുള്ളൊരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇനി സ്റ്റാറ്റിസ്റ്റിക്സിന് 2 കേസ് പറഞ്ഞേക്കുക. ആദ്യത്തെ സെന്റൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്. അടുത്ത സെന്റൻസോ സ്റ്റാറ്റിസ്റ്റിക്സ് ടെൽ us that it will rain today. ഡേറ്റ പറയുന്നത്, ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിന് എന്താണ് യൂസ് ചെയ്യുന്നത്? ഡേറ്റ പറയുന്നത് ഇന്ന് മഴ പെയ്യുമെന്നാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനെയും ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് യൂസ് ചെയ്യുക? സിംഗുലാർ വെർബ് യൂസ് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സിനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് അല്ല, ഒരു ഡേറ്റ ആയിട്ടാണ് ആ സെന്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത്, അവിടെ എന്ത് യൂസ് ചെയ്യുക? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് സ്ലൈഡിൽ ഇപ്പം നമ്മളിവിടെ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് സബ്ജക്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം, ഒന്ന് ഡേറ്റ ആയിട്ടും യൂസ് ചെയ്യാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ദ വേർഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ എന്ന് പറയുന്ന വേർഡ് പ്ലൂറലാണ്. ഡേറ്റ എന്ന് പറയുന്ന വേർഡ് എന്താണ്? എപ്പോഴും പ്ലൂറലാണ്.
അങ്ങനെയാണെങ്കിൽ ഡേറ്റ എന്ന് പറയുന്ന വേർഡിന്റെ സിംഗുലർ കൂടി നമ്മൾ അറിയണം. എന്താണ്? ഡേറ്റമാണ്. ഡേറ്റ എന്ന് പറയുന്ന വേർഡിന്റെ സിംഗുലർ എന്താണ്? ഡേറ്റം ആണ്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നോക്കാം. ഡേറ്റ വാണ്ട്സ് us and we will have to change our strategy. Data want us and we will have to change our strategy. ഇതിലേതാ കറക്റ്റ്? ഡേറ്റ വാണ്ട്സ് ആണോ കറക്റ്റ്? ഡേറ്റ വാൺ ആണോ കറക്റ്റ്? വാണ്ട്സ് വരുമോ വാൺ വരുമോ? ഡേറ്റയെ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ, ഡേറ്റ പ്ലൂറൽ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പം ഡേറ്റ വാൺ വരണം. ഓക്കെ ആണോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡേറ്റയെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പ്ലൂറലായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ സെൻറ്റൻസ് തെറ്റ് വന്നത്. ഡേറ്റ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം വരേണ്ട വെർബും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് യൂസേജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാത്തമാറ്റിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഉപയോഗങ്ങളാണ് പറയുന്നത്. വെൻ ദീസ് ടു വേർഡ്സ് ആർ യൂസ്ഡ് ആസ് എ ഫീൽഡ് ഓർ എ സബ്ജക്ട് വി കൺസിഡർ ദം അൺകൗണ്ടബിൾ നൗൺസ് ആൻഡ് thus a singular verb is used. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലാർ ആയിരിക്കണം. ഇനി മാത്തമാറ്റിക്സിനെ ഒരു കാൽക്കുലേഷൻ ആയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡിനെ ഒരു ഡേറ്റ ആയിട്ടുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട വെർബ് പ്ലൂറൽ വെർബ് ആയിരിക്കണം. മനസ്സിലായോ? മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒരു സബ്ജക്റ്റ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലാർ വെർബ്. മാത്തമാറ്റിക്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്, അങ്ങനെ വേണം പറയാൻ. അതായത് മാത്തമാറ്റിക്സിനെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും ഒരു സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമെങ്കിൽ അവിടെ സിംഗുലാർ വെർബ് യൂസ് ചെയ്യുക. ഇനി മാത്തമാറ്റിക്സിനെ കാൽക്കുലേഷൻ ആയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിനെ ഒരു ഡേറ്റ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏത് വെർബ് യൂസ് ചെയ്യുക? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ റൂൾ 19 ഇല്ലേ? റൂൾ നമ്പർ 19. എന്താണ് റൂൾ നമ്പർ 19 നോക്കാം. റൂൾ നമ്പർ 19 എന്ന് പറഞ്ഞാൽ ദ ഓണസ്റ്റ് ആർ റെസ്പെക്റ്റഡ്, ദ പുവർ ആർ നോട്ട് ഓൾവേസ് ഡിസോണസ്റ്റ്. രണ്ട് സെൻറ്റൻസ് ഞാൻ പറഞ്ഞേക്കുന്നു അല്ലേ? അപ്പം നമ്മൾ ഈ സെൻറ്റൻസ് നോർമലി നോക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യം സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വെർബ് സിംഗുലാർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദ ഓണസ്റ്റ് അല്ലേ, ഇവിടെ നോക്കുമ്പോൾ ദ ഓണസ്റ്റ്, ഇവിടെ നോക്കുമ്പോൾ ദ പുവർ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, എന്തുകൊണ്ട് ഇവിടെ 6 വന്നു നമുക്കൊരു സംശയം വരാം അല്ലേ? പക്ഷെ ഞാൻ പറയുന്നു ഈ രണ്ട് സെൻറ്റൻസും കറക്റ്റാണ്. രണ്ട് സെൻറ്റൻസിലും 6 ആണ് വരേണ്ടത്. എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? എന്തുകൊണ്ടാണെന്ന് നോക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യൂസ് ഓഫ് ദ പ്ലസ് അഡ്ജക്റ്റീവ് ആണ്. യൂസ് ഓഫ് ദ പ്ലസ് അഡ്ജക്റ്റീവ് ആണ്. Whenever the article the is used before an adjective, it determines the whole group. ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവിന് മുന്നിൽ ആർട്ടിക്കിളായ ദ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു അഡ്ജക്റ്റീവിന് മുന്നിൽ ആർട്ടിക്കിളായ ദ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ളൊരു ഗ്രൂപ്പിനെ ആയിരിക്കും കാണിക്കുക. മനസ്സിലായോ? ഒരു അഡ്ജക്റ്റീവിന് മുന്നിൽ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ള ഹോൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദാ നോക്കുക, ദ പുവർ, ദ നീഡി, ദ ബ്രേവ്, ദ റൈസ്. ദ പുവർ എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് പുവർ പീപ്പിൾ എന്നാണ്. ദ നീഡി എന്ന് പറഞ്ഞാലോ ശരിക്കും മീനിങ് നീഡി പീപ്പിൾ എന്നാണ്. ദ ബ്രേവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് മീനിങ്? ബ്രേവ് പീപ്പിൾ എന്നാണ്. ദ റിച്ച് എന്ന് പറഞ്ഞാലോ മീനിങ് റിച്ച് പീപ്പിൾ എന്നാണ്. ദ പുവർ എന്ന് പറഞ്ഞാൽ പുവർ പീപ്പിൾ, ദ നീഡി എന്ന് പറഞ്ഞാൽ നീഡി പീപ്പിൾ, ദ ബ്രേവ് എന്ന് പറഞ്ഞാൽ ബ്രേവ് പീപ്പിൾ, ദ റിച്ച് എന്ന് പറഞ്ഞാലോ റിച്ച് പീപ്പിൾ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ദ പുവർ എന്നുള്ളത് പുവർ പീപ്പിൾ ആവുമ്പോൾ അതിന് കൂടെ യൂസ് ചെയ്യേണ്ട വെർബ് പ്ലൂറൽ ആയിരിക്കണം. ദ നീഡി എന്നുള്ളത് നീഡി പീപ്പിൾ ആവുമ്പോൾ അവിടെ വരേണ്ട വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ ആണോ? ദ ഓണസ്റ്റ് ആർ റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ദായുടെ കൂടെ ഓണസ്റ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്തു. ദായുടെ കൂടെ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് പ്ലൂറൽ നൗൺ ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ദ ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് മീനിങ്? ഓണസ്റ്റ് പീപ്പിൾ എന്നാണ്. അടുത്തടുത്ത് നോക്കുമ്പോൾ ദ പുവർ, ദ പ്ലസ് അഡ്ജക്റ്റീവ് കിട്ടുന്നത് പ്ലൂറൽ നൗൺ ആണ്. ദ പുവർ എന്ന് പറഞ്ഞാൽ മീൻസ് പുവർ പീപ്പിൾ എന്നാണ്. ഓക്കെ, വെനെവർ ദ ആർട്ടിക്കിൾ ദ ഈസ് യൂസ്ഡ് ബിഫോർ ആൻ അഡ്ജക്റ്റീവ്, ഒരു അഡ്ജക്റ്റീവിന് തൊട്ട് മുന്നിൽ ആർട്ടിക്കിൾ ദ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ളൊരു ഗ്രൂപ്പിനെ ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്. Whenever the article the is used before an adjective, it determines the whole group. Okay, അതായത് അഡ്ജക്റ്റീവിന് മുന്നിൽ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? മൊത്തത്തിലുള്ള ഒരു ഹോൾ ഗ്രൂപ്പിനെ ആയിരിക്കും അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി റൂൾ നമ്പർ 20.
റൂൾ നമ്പർ 20 നോക്കാം. എന്താ പറയുന്നത്? whenever same nouns are connected by a preposition, in that case we use both nouns in singular form. ഒരേ നൗൺസിനെ പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന കേസിൽ ആ രണ്ട് നൗണും സിംഗുലാർ ഫോമിൽ വേണം വരാൻ. ഒരേ നൗണിനെ പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് നൗണും എന്തിൽ വരണം? സിംഗുലാർ ഫോമിൽ വേണം വരാൻ. എക്സാമ്പിൾ നോക്കിയാലേ കുറച്ചുകൂടി മനസ്സിലാവും. ഇതാ, വില്ലേജസ് ആഫ്റ്റർ വില്ലേജസ് വെയർ ഡിസ്ട്രോയിഡ് ബൈ ദ ടെററിസ്റ്റ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? വില്ലേജസ് ആഫ്റ്റർ വില്ലേജ് എന്ന് വന്നു. ഇത് തെറ്റാണ് കേട്ടോ. അതായത് ഒരു നൗൺ, വില്ലേജ് എന്ന് പറയുന്ന നൗൺ, അതിനുശേഷം ആഫ്റ്റർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ, ദെൻ വീണ്ടും വില്ലേജ് എന്ന് പറയുന്ന നൗൺ. ഒരു നൗൺ വന്നു, അതിനെ ഫോളോ ചെയ്തൊരു പ്രിപ്പോസിഷൻ വന്നു, ദെൻ ആദ്യം ഏത് നൗൺ ആയിരുന്നു ഉണ്ടായിരുന്നത്, ആ നൗൺ വീണ്ടും വന്നു. ഇത്തരം കേസുകളിൽ ഈ ആദ്യത്തെ ഈ നൗണും ഇതെപ്പോഴും എന്തായിരിക്കണം എന്നറിയാമോ? സിംഗുലാർ ഫോം തന്നെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. വില്ലേജസ് ആഫ്റ്റർ വില്ലേജ് എന്ന് പറയില്ല, വില്ലേജ് ആഫ്റ്റർ വില്ലേജ്. അതാണ് കറക്റ്റ്. ഓക്കെ, ദെൻ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. ബുക്സ് ആഫ്റ്റർ ബുക്സ് എന്ന് പറയില്ല, തെറ്റാണ്. എന്താണ് കറക്റ്റ്? ബുക്ക് ആഫ്റ്റർ ബുക്ക് എന്നാണ് കറക്റ്റ്. സിറ്റി ആഫ്റ്റർ സിറ്റി കറക്റ്റാണ്. സിറ്റീസ് ആഫ്റ്റർ സിറ്റീസ് എന്ന് പറയില്ല. പേജ് ആഫ്റ്റർ പേജ് കറക്റ്റാണ്. പേജസ് ആഫ്റ്റർ പേജസ് എന്ന് പറയില്ല. ബുക്സ് ആഫ്റ്റർ ബുക്സ് ഹാഡ് ബീൻ റീഡ് ബൈ ഹിം എന്ന് പറയില്ല. ബുക്ക് ആഫ്റ്റർ ബുക്ക് ഹാഡ് ബീൻ റീഡ് ബൈ ഹിം. സിറ്റി ആഫ്റ്റർ സിറ്റി വാസ് സെറ്റ് ഓൺ ഫയർ. പേജ് ആഫ്റ്റർ പേജ് വാസ് റിവ്യൂഡ് മൾട്ടിപ്പിൾ ടൈംസ്. മനസ്സിലായോ? ഒരു നൗൺ വന്നു, ആ നൗണിനെ ഫോളോ ചെയ്ത് ഒരു പ്രിപ്പോസിഷൻ വരുന്നു, വീണ്ടും ആ നൗൺ വരുന്നു. സെയിം ആദ്യം ഏത് നൗൺ ആയിരുന്നോ ആ നൗൺ വീണ്ടും വരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? ഈ ആദ്യം വന്നതും ഈ രണ്ടാമത് വന്നതും നൗൺ എപ്പോഴും ഏത് ഫോർമാറ്റിലായിരിക്കണം? സിംഗുലാർ ഫോർമാറ്റിൽ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇതിന് നെക്സ്റ്റ് അത് തന്നെ ഒന്നുകൂടി പറഞ്ഞേക്കും കേട്ടോ. whenever same nouns are connected by preposition, in that case we use both the nouns in a singular form. സെയിം നൗണിനെ, ഒരേപോലെയുള്ള നൗണിനെ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് നൗണും എന്തിലായിരിക്കണം? സിംഗുലാർ ഫോമിൽ ആയിരിക്കണം. ഓക്കെ, അടുത്തത് റൂൾ നമ്പർ 21, 21ാമത്തെ റൂൾ നോക്കാം. The child is carrying its book. The child is carrying its book. The child is carrying its book. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ഡിഫറൻസാണ് ഇറ്റ്സിൻ്റെയും ഡിഫറൻസ്. ഇറ്റ് എഴുതി അപ്പോസ്ട്രോഫി എഴുതി എസ് എഴുതിയാൽ മീനിങ് ഇറ്റ് ഈസ് എന്നാണ് കേട്ടോ. ഇനി ഈ ഇറ്റ്സോ, ഇത് പൊസഷൻ, അതിൻ്റെ എന്നുള്ളൊരു പൊസഷൻ കാണിക്കാനാണ് ഈ ഇറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് എഴുതി അപ്പോസ്ട്രോഫി എടുത്ത് എസ് എഴുതിയാൽ ഇറ്റ് ഈസ്. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊസഷൻ കാണിക്കാനാണ് ഇറ്റ്സ് യൂസ് ചെയ്യുന്നത്. The child is carrying its book. The child is carrying its book. Its എന്ന് പറയുമ്പം അവൻ അതിൻ്റെ തന്നെ, ചൈൽഡിൻ്റെ തന്നെ ബുക്ക്, പൊസഷൻ കാണിക്കാനാണ്. The child is carrying, it is a book എന്ന് പറയുന്നത് തെറ്റാണ്. എന്താണ് ഇവിടെ മീനിങ് ആയിട്ട് വരേണ്ടത്? The child is carrying its book. ആ ചൈൽഡ് അവൻ്റെ തന്നെ ബുക്ക് ക്യാരി ചെയ്യുന്നു, ഇറ്റ്സ് ബുക്ക്. ഇറ്റ്സ് കോൾഡ് മീ മിറാക്കിൾ തെറ്റാണ്. ഇറ്റ് ഈസ് കോൾഡ് മീ മിറാക്കിൾ അങ്ങനല്ലേ പറയുക? ഇറ്റ് ഈസ് കോൾഡ് മീ മിറാക്കിൾ, അതാണ് ശരി. ഇറ്റ്സും വ്യത്യാസം. ഇറ്റ് എഴുതി അപ്പോസ്ട്രോഫി എഴുതി എസും അത് ഇറ്റ് ഈസ് എന്നാണ്. ദെൻ അപ്പോസ്ട്രോഫി ഒന്നുമില്ല, ഐ ടി എസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ സം കോമൺ എറേഴ്സ് ഓഫ് പൊസഷൻ വി ഓഫൺ മേക്ക് മിസ്റ്റേക്ക് ബൈ യൂസിങ് ഇറ്റ്സ് ഇൻ പ്ലേസ് ഓഫ് ഇറ്റ്സ്. ബോത്ത് ദീസ് ടേംസ് ഹാവ് സെപ്പറേറ്റ് മീനിങ്. ഇറ്റ്സ് ഡിനോട്ട്, ഇറ്റ് എഴുതി അപ്പോസ്ട്രോഫി എഴുതി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എന്നാണ്. ഇറ്റ് എഴുതി അപ്പോസ്ട്രോഫി എസ് എഴുതി എന്താണ് മീനിങ്? ഇറ്റ് ഈസ് എന്നാണ്. വൈ ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ്സ് എന്ന് പറഞ്ഞൊരു പൊസഷൻ കാണിക്കാനാണ്. ഇറ്റ് ഡിനോട്ട്സ് എ പൊസഷൻ. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൊസഷൻ കാണിക്കാനാണ്. ഇറ്റ് എഴുതി അപ്പോസ്ട്രോഫി എസ് എഴുതിയാലോ ഇറ്റ് ഈസ് എന്നാണ്. ഓക്കെ, റൂൾ 22, റൂൾ നമ്പർ 22. ഓക്കെ, എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ വെയിറ്റിംഗ് ഹിയർ. ഇവിടെ എക്സാമിന് ചോദിക്കുന്ന അടിപൊളി ഒരു യൂസേജ് ആട്ടോ. ഇവിടെ തന്നെ എ നമ്പർ ഓഫ് ഉണ്ട്, ദ നമ്പർ ഓഫ് ഉണ്ട്. എ നമ്പർ ഓഫ് ഉണ്ട്, ദ നമ്പർ ഓഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എ നമ്പർ ഓഫിന് ശേഷവും ദ നമ്പർ ഓഫിന് ശേഷവും യൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എ നമ്പർ ഓഫ് ടിക്കറ്റ്സ് പ്ലൂറൽ, ദ നമ്പർ ഓഫ് എംപ്ലോയീസ് പ്ലൂറൽ.
എ നമ്പർ ഓഫിന് ശേഷവും ദ നമ്പർ ഓഫിന് ശേഷവും സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എ നമ്പർ ഓഫ് ടിക്കറ്റ്സ്, ദ നമ്പർ ഓഫ് എംപ്ലോയീസ്, എപ്പോഴും എ നമ്പർ ഓഫ് ദ നമ്പർ ഓഫ് ഇതിന് രണ്ടിന് ശേഷം യൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ് എങ്ങനെയായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. പക്ഷേ എ നമ്പർ ഓഫിന് ശേഷം എ നമ്പർ ഓഫിന് ശേഷം സബ്ജക്റ്റ് പ്ലൂറലും വെർബ് ഓൾസോ എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കും. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് 50. കുട്ടികളുടെ എണ്ണം 50 ആണ്. ദ നമ്പർ ഓഫിന് ശേഷം യൂസ് ചെയ്യേണ്ടത് സിംഗുലാറും ആയിരിക്കണം. എ നമ്പർ ഓഫിന് ശേഷം യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ, വെയർ. ദ നമ്പർ ഓഫിന് ശേഷം യൂസ് ചെയ്യേണ്ടത് സിംഗുലാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. എ നമ്പർ ഓഫ് ഉണ്ട്, തൊട്ടടുത്ത സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. എ നമ്പർ ഓഫ് ഉണ്ട്, ദ നമ്പർ ഓഫ് ഉണ്ട്. എ നമ്പർ ഓഫിന് ശേഷവും ദ നമ്പർ ഓഫിന് ശേഷവും നൗൺ എങ്ങനെയായിരിക്കണം? സബ്ജക്റ്റ് രണ്ടും എങ്ങനെയായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഇനി എ നമ്പർ ഓഫിന് ശേഷമാണെങ്കിൽ പ്ലൂറൽ വെർബും ദ നമ്പർ ഓഫിന് ശേഷമാണെങ്കിൽ എന്തുമായിരിക്കും? സിംഗുലാർ വെർബും ആയിരിക്കും. എ നമ്പർ ഓഫും ദ നമ്പർ ഓഫും ഉണ്ട്, രണ്ടിന് ശേഷവും പ്ലൂറൽ നൗൺ ആണ്. എ നമ്പർ ഓഫിന് ശേഷമാണെങ്കിൽ പ്ലൂറൽ വെർബും ദ നമ്പർ ഓഫിന് ശേഷമാണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് സിംഗുലാർ വെർബും ആയിരിക്കണം. ഓക്കെ, ദെൻ റൂൾ നമ്പർ 23. റൂൾ നമ്പർ 23 എന്താ പറയുന്നത്? 2 സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടല്ലേ. ഇറ്റ് ഈസ് ടൈം ടു വർക്ക് ഹാർഡും ഇറ്റ് ഈസ് ടൈം ഹി വർക്ക്ഡ് ഹാർഡും. ഇവിടെ രണ്ടും ഞാൻ എന്താ യൂസ്? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം ടു വർക്ക് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യേണ്ട സമയമാണിത്. ഇറ്റ് ഈസ് ടൈം ഹി വർക്ക് ഹാർഡ്, അവൻ വർക്ക് ഹാർഡ് ചെയ്യേണ്ട സമയമാണിത്. ഇവിടെ നോക്കേ, ഇവിടെ രണ്ടിടം യൂസ് ചെയ്തേക്കുന്നത് എന്താ? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം എന്ന്. എന്നിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 + V1 ഫോമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? 2 + V1 ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആണ്ടെ V2 ഫോംസ് യൂസ് ചെയ്തു. ഇറ്റ് ഈസ് ടൈം ഹി വർക്ക്ഡ് ഹാർഡ്, ഇറ്റ് ഈസ് ടൈം ഹി വർക്ക്ഡ് ഹാർഡ്. എന്തുകൊണ്ട് ഇവിടെ V2 ചെയ്തു? എന്തുകൊണ്ട് ഇവിടെ 2 + V1 ഫോം യൂസ് ചെയ്തു? രണ്ടും എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം, ഈ സമയം, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം. എന്നിട്ട് ഇവിടെ എന്തുകൊണ്ട് 2 + V1 ഫോം യൂസ് ചെയ്തു? സെക്കൻഡ് സെൻറ്റൻസിൽ എന്തുകൊണ്ട് V2 ഫോം യൂസ് ചെയ്തു? അതാണ് പറയാൻ പോകുന്നത്. വിത്ത് ദ ഫ്രേസസ് ലൈക്ക് ഇറ്റ് ഈസ് ടൈം ആൻഡ് ഇറ്റ് ഈസ് ഹൈ ടൈം we follow either of the two conditions. The phrase should be followed by 2 + 1 V1 if there is no subject attached to it. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റും ഇല്ലാന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 2 + വെർബിൻ്റെ V1 ഫോം ആയിരിക്കും. ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ഒരു എന്ത് വന്നാൽ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് വെർബിൻ്റെ V2 ഫോം ആയിരിക്കും. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്, വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. ഓക്കെ, ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞ് നോർമലി യൂസ് ചെയ്യേണ്ടത് 2 + V1 ഫോമാണ്. ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. ഓക്കെ, ഇതാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വി യൂസ് ദ എക്സ്പ്രഷൻ ഇറ്റ് ഈസ്, നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ടൈം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം പ്ലസ് എന്ത് ചെയ്യും? 2 + V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇറ്റ് ഈസ് ടൈമിന് ശേഷം സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? V2 ഫോം യൂസ് ചെയ്യണം. അപ്പോൾ വി യൂസ് ദ എക്സ്പ്രഷൻ ഇറ്റ് ഈസ് ടൈം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് വെർബ് ഫോം. V2 ഫോം അല്ല യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടൈം പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ഫോമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്തിനാ? പ്രസന്റ് മൊമെന്റിനെ റെഫർ ചെയ്യാൻ. ഇപ്പോഴത്തെ മൊമെന്റ് ഇറ്റ് ഈസ് ടൈം, ഈ മൊമെന്റ് അല്ലേ? ഇറ്റ് ഈസ് ടൈം, ഈ ഒരു മൊമെന്റിനെ പറയാൻ വേണ്ടിയിട്ടും ഇല്ലേ? ഈ ഒരു മൊമെന്റിനെ പറയാൻ വേണ്ടിയിട്ടും ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞു, സബ്ജക്റ്റ് വന്ന് നമ്മൾ എന്ത് യൂസ് ചെയ്തു? V2 ഫോം യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ടൈമിന് ശേഷം നോർമലി 2 + V1 ഫോം യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വന്നാൽ ഏത് ഫോം ആയിരിക്കണം? V2 ഫോം ആയിരിക്കണം. ഈ V2 ഫോം യൂസ് ചെയ്തെങ്കിലും അത് റെഫർ ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റിനെയാണ്. ഓക്കെ, ദെൻ റൂൾ നമ്പർ 24. റൂൾ നമ്പർ 24, യൂസ് ഓഫ് പ്രിപ്പോസിഷൻ വിത്ത് വേർഡ് ആംഗ്രി. ആംഗ്രി എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷനാണ് പറയുന്നത്. വി യൂസ് ദ പ്രിപ്പോസിഷൻ with angry whenever we refers a person or a living thing for the purpose. നമുക്ക് ആംഗ്രി എന്ന് പറയുന്ന വേർഡ് നമ്മൾ പറയുക. ഈ ആംഗ്രി എന്ന് പറയുന്ന വേർഡ് നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രിപ്പോസിഷൻ എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും ഇല്ലേ?
ആംഗ്രി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുമ്പോൾ വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഈ വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? വി റെഫർ എ പേഴ്സൺ ഓർ എ ലിവിങ് തിങ് ഫോർ ദ പർപ്പസ്. ലിവിങ് തിങ്സിന്റെ കൂടെ അല്ലെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വിത്ത് യൂസ് ചെയ്യും. ഇതാ നോക്കാം. ഐ ഗോട്ട് റിയലി ആംഗ്രി വിത്ത് ഹർ. I got really angry with her. I am angry with Shyam because he did not go to the class. I am angry with ഒരു പേഴ്സൺസിനോടാണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? ആംഗ്രി വിത്ത് യൂസ് ചെയ്യും. ഇതങ്ങ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആംഗ്രിയുടെ കൂടെ നമുക്ക് രണ്ട് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആംഗ്രിയുടെ കൂടെ വിത്ത് യൂസ് ചെയ്യുന്നത് whenever we refers a person or a living thing for this purpose. Whenever we refers a person or a living thing for this purpose നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആംഗ്രിയുടെ കൂടെ വിത്ത് യൂസ് ചെയ്യും. ഇനി അല്ലാത്ത കേസിൽ ആംഗ്രിയുടെ കൂടെ എപ്പോഴാണ് അറ്റ് യൂസ് ചെയ്യുന്നത്? when use the preposition at with angry whenever we refer something other than a person or a living thing. ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു ലിവിങ് തിങ്ങോ അല്ലാത്ത പക്ഷം നമ്മൾ ആംഗ്രിയുടെ കൂടെ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്? അറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോർമലി ഒരു പേഴ്സന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആംഗ്രി വിത്ത്, പേഴ്സന്റെ കൂടെയും ലിവിങ് തിങ്സിന്റെ കൂടെയും യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആംഗ്രി വിത്ത് ആണ്. ഇനി അതർ ദാൻ എ പേഴ്സൺ ഓർ എ ലിവിങ് തിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആംഗ്രി അറ്റ് ആണ്. ഓക്കെ, the local residents were angry at the lack of parking spaces. The local residents were angry at the lack of parking spaces. ഇവിടെ എന്താ? the local residents were angry at. എന്തിനാ അവർക്ക് ദേഷ്യം വന്നേ? പാർക്കിംഗ് സ്പേസ് കുറവായതുകൊണ്ടാ. ഇവിടെ ഈ പാർക്കിംഗ് സ്പേസ് കുറവെന്നുള്ളത് ലിവിങ് തിങ്ങോ പേഴ്സണോ വല്ലോ ആണോ? അല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്തു? ആംഗ്രിയുടെ കൂടെ അറ്റ് യൂസ് ചെയ്തു. തൊട്ട് മുന്നത്തെ സെന്റൻസ് ഓക്കെ, ഇവിടെ ഐ ഗോട്ട് റിയലി ആംഗ്രി വിത്ത് ഹർ, എനിക്ക് അവളോടായിരുന്നു ദേഷ്യം വന്നത്, അവളൊരു പേഴ്സണാ അല്ലെങ്കിൽ ഒരു ലിവിങ് തിങ്ങാ. അപ്പൊ അത്തരം കേസിൽ ആംഗ്രിയുടെ കൂടെ വിത്ത് യൂസ് ചെയ്യുക. ഓക്കെ, അല്ലാത്ത പക്ഷം ആംഗ്രിയുടെ കൂടെ എന്ത് യൂസ് ചെയ്യുക? അറ്റ് യൂസ് ചെയ്യുക. ദേ ആർ ആംഗ്രി അറ്റ് ദ വേ ദേ ഹാവ് ബീൻ ട്രീറ്റഡ്. ദേ ആർ ആംഗ്രി അറ്റ് ദ വേ, ആംഗ്രി അറ്റ്. ഓക്കെ ആണോ? എന്താണ് നോക്കേ, നോട്ട് ഓക്കെ. വി ഫോളോ ദ സെയിം റൂൾ വിത്ത് ദ വേർഡ് അനോയ്. നമ്മൾ ആംഗ്രിക്ക് ഏത് റൂളാണോ ഫോളോ ചെയ്തത് ആ സെയിം റൂളാണ് അനോയ് എന്ന് പറയുന്ന വേർഡിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ആണല്ലോ. ദെൻ നമ്മുടെ 25th റൂൾ. ഓക്കെ, 25th റൂൾ. വർക്ക് ഹാർഡ് ലെസ്റ്റ് യു വുഡ് ഫെയിൽ. വർക്ക് ഹാർഡ് ലെസ്റ്റ് യു ഫെയിൽ. വർക്ക് ഹാർഡ് ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ. ലെസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? അതർവൈസ് അല്ലെ, അല്ലാഞ്ഞാൽ അല്ല, അല്ലാത്ത പക്ഷം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. നന്നായിട്ട് വർക്ക് ചെയ്യുക, അല്ലാത്ത പക്ഷം നീ ഫെയിൽ ആവും. അതാണ് നമുക്ക് ഈ സെന്റൻസിൽ പറയേണ്ടത്. ഇതിൽ ഒരു സെന്റൻസ് മാത്രം ഞാൻ ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നു, ബാക്കി രണ്ട് സെന്റൻസും ഞാൻ കറക്റ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ വർക്ക് ഹാർഡ് ലെസ്റ്റ് യു വുഡ് ഫെയിൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞേക്കുന്നു? ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നു. വർക്ക് ഹാഡ് യു ഫെയിൽ എന്നുള്ളത് കറക്റ്റ് ആണ്. വർക്ക് ഹാഡ് ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ലെസ്റ്റ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ദ പ്രിപ്പോസിഷൻ ഷുഡ്. ലെസ്റ്റ് എപ്പോഴും ഫോളോ ചെയ്ത് വരേണ്ട പ്രിപ്പോസിഷൻ ഷുഡ് ആയിരിക്കണം. വുഡ് ഫോളോ ചെയ്ത് വരുമോ? ഇല്ല. ലെസ്റ്റ് ഫോളോ ചെയ്ത് ഏത് പ്രിപ്പോസിഷൻ വരത്തില്ല? വുഡ് വരില്ല. പ്രിപ്പോസിഷൻ ഇല്ലാതെ പറഞ്ഞാലും തെറ്റില്ല. ഇനി ലെസ്റ്റിന്റെ കൂടെ പ്രിപ്പോസിഷൻ യൂസ് ചെയ്താൽ അത് എന്തായിരിക്കണം? മസ്റ്റ് ആയിട്ടും ഷുഡ് ആയിരിക്കണം. ഓക്കെ, യൂസ് ദ കൺജക്ഷൻ ലെസ്റ്റ്. ലെസ്റ്റ് മീൻസ് എന്ന് പറഞ്ഞത് അതർവൈസ്, അല്ലാത്ത പക്ഷം, അല്ലാഞ്ഞാൽ. ദ കൺജക്ഷൻ ലെസ്റ്റ് ഈസ് ഓൾവേസ് ഫോളോഡ് എയ്തർ ബൈ ദ verb should or no helping verb at all. The conjunction lest is always followed either by the verb should or no helping verb. ഒന്നെങ്കിൽ അവിടെ ഹെൽപ്പിംഗ് വെർബ് ആയിട്ട് ഷുഡിനെ യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട? വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, അവിടെ ഒരു ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ അത് ഷുഡ് ആയിരിക്കണം. വുഡോ കുഡോ ഒന്നും ആവാൻ പാടില്ല. ഓക്കെ, ഓക്കെ, ബാക്കി റൂൾസ് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.